ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഒരാഗോള ഭരണാധികാരിയുടെ പരസ്യമായ തെറിവിളി കേട്ട് കൈയടിക്കുന്ന രംഗമാണ് ഇന്ന് ജൂൺ 24 ചൊവ്വാഴ്ച പകൽ മുഴുവനും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരി ട്രംപ് തന്നെയാണ്. അദ്ദേഹം ഇസ്രായേലിനെയും ഇറാനെയും നോക്കിയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റാത്ത ഭാഷയിൽ അങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ഇവരെന്താണ് ഈ കളിക്കുന്നത് എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചു. ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് ട്രംപ് വിമാനം കയറിയ രംഗം നമ്മൾ കണ്ടു. ഇറാനിൽ ഭരണാധികാരികൾ മാറേണ്ട കാര്യമില്ല, അതിനി പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നിലവിലുള്ളവർ തന്നെ തുടരട്ടെ, തൽക്കാലം ഇങ്ങനെ പോകട്ടെ, ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തൽക്കാലം ആലോചിക്കാൻ വയ്യ എന്നും ട്രംപ് പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഇന്നലെ ഒറ്റ രാത്രി സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെ, അതിൻ്റെ പട്ടിക, സമയക്രമം ഇതെല്ലാം ഒന്ന് എടുത്തു നോക്കിയാൽ രസാവഹമായ ഒരു ജീവിത ചിത്രം നാളെ അടുത്ത തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ കിട്ടും. അമേരിക്കയുടെ അതിഭീകര ബോംബുകൾ ഇറാനിൽ വർഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ അല്ല, അമേരിക്കയുടെ കേന്ദ്രങ്ങളെ തൊട്ടടുത്ത് എവിടെയുണ്ടെങ്കിലും തിരിച്ചടിക്കും എന്ന പ്രഖ്യാപനം മുഴക്കി. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഖത്തർ ടൈം ഏതാണ്ട് 7:45 ആകുന്നതിന് തൊട്ട് മുമ്പ് ഒരു സൈറനും മുഴങ്ങുന്നതിന് മുമ്പേ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള മിസൈലുകൾ അൽ ഉദൈദ് US സൈനിക താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞപ്പോൾ ഖത്തർ അതിനെ ആകാശത്ത് വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് തകർത്തെറിഞ്ഞപ്പോൾ ജനങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ മുറ്റത്ത് ഈ ചില്ലി കഷ്ണങ്ങൾ വന്ന് വീണപ്പോൾ ഒരു പുതിയ മാറ്റത്തിൻ്റെ സൂചകം ഖത്തറിൽ നിന്ന് ഉണ്ടാവുകയായിരുന്നു. ഖത്തർ അമീർ, ഖത്തറിൻ്റെ ഭരണാധികാരി നേരെ ആഗോള ഭരണാധികാരി ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. ട്രംപ് ഒരു കാര്യം പറഞ്ഞു: ഇസ്രായേലിനെ ഞാൻ നിലയ്ക്ക് നിർത്താം, നിങ്ങൾ ഇറാൻ്റെ കാര്യം നോക്കണം. അങ്ങനെ ഖത്തർ ഭരണാധികാരി അമീർ ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്ററെ വിളിച്ചിട്ട് ഇറാൻ്റെ കാര്യം നോക്കണം, അവിടെ സംസാരിക്കണം, ഒരു സന്ധിയിലെത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഖത്തർ പ്രൈം മിനിസ്റ്ററാണ് വളരെ നിർണായകമായിട്ടുള്ള നീക്കം ഈ വിഷയത്തിൽ ഇറാനുമായിട്ടുള്ള സംഭാഷണമാക്കി മാറ്റി ഒരു ഘട്ടത്തിലെത്തിച്ചത്. ഏതാനും മണിക്കൂറുകൾക്കിടയിൽ ട്രംപിൻ്റെ മറുപടി ഖത്തറിന് കിട്ടി. ഇസ്രായേലിനെ ഒതുക്കി, അവർ റെഡിയാണ് ഏതൊരുവിധ സമാധാന സന്ധിയും ചെയ്യാൻ, യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ, മുന്നോട്ട് സമാധാനവുമായി പോകാൻ, ഇനി ആക്രമണത്തിനില്ല എന്ന് പറയാൻ ഇസ്രായേൽ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇറാൻ്റെ മറുപടി കൂടി കിട്ടിയാൽ ഒരു പ്രഖ്യാപനം ട്രംപ് ഇതാ പുറത്തിറക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് വരുന്നു. പാതിരാത്രി, ഇവിടുത്തെ ഏതാണ്ട് വെളുപ്പാങ്കാലം ആയി വരുന്ന സമയം. ഖത്തർ ഇറാനോട് സംസാരിക്കുമ്പോഴൊക്കെയും ഇറാൻ പറഞ്ഞത് ഒറ്റ പോയിന്റ് മാത്രമാണെന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു: ഇസ്രായേൽ ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കാനേ പോകില്ല. ഇതാണ് ആദ്യ ദിനം മുതൽ പറഞ്ഞത്. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിട്ടാണ് ഈ യുദ്ധമുണ്ടായത്. ഇസ്രായേൽ തന്നെ അവസാനിപ്പിച്ചാൽ ചർച്ചയോ നയതന്ത്ര പരിപാടികളോ ഏത് സമാധാനമോ എന്ത് വേണമോ ചെയ്യാം എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അപ്പോൾ ഇസ്രായേൽ ഇനി ആക്രമണവുമായി വരില്ല എന്ന ഉറപ്പ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഖത്തറിന് കൊടുക്കുകയും ഇറാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഇറാൻ ഖത്തറിന് കൊടുക്കുകയും ചെയ്തപ്പോൾ റിയൽ മധ്യസ്ഥനായി ഖത്തർ മാറുകയും അപ്പുറം ഇപ്പുറം നിന്ന റഷ്യയുടെയും ചൈനയുടെയും കൊറിയയുടെയും വാക്കുകളൊന്നും വേണ്ടാത്ത വിധത്തിൽ ട്രംപും ഇസ്രയേലും ഖത്തറും ഇറാനും ചേർന്ന് ഒരു പുതിയ സമാധാന അച്ചുതണ്ട് പാതിരാത്രി രൂപീകൃതമായി. പിന്നെ ഒരു വലിയ കൺഫ്യൂഷൻ നമ്മൾ കണ്ടു. ആ കൺഫ്യൂഷൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ലോകത്തെവിടെയെങ്കിലും മധ്യസ്ഥ ചർച്ചയ്ക്ക് ആരെങ്കിലും, അത് കുടുംബത്തിലെ കാര്യമാവട്ടെ, സൗഹൃദത്തിനാവട്ടെ, സമൂഹത്തിലെ രാജ്യത്തിൻ്റെ കാര്യമാവട്ടെ, പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യമാണ്. മനസ്സുകൊണ്ട് യുദ്ധം നിർത്താൻ, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു സമയത്തിൻ്റെ ഗ്യാപ്പ് കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈ പറയുന്ന നിമിഷത്തിൻ്റെ 6 മണിക്കൂറിനുള്ളിൽ സമാധാന ഉടമ്പടി, വെടിനിർത്തൽ ആരംഭിക്കണം. പിന്നെ 12 മണിക്കൂർ ഇറാൻ അങ്ങോട്ടൊന്നും പ്രയോഗിക്കരുത്. അത് കഴിഞ്ഞുള്ള 12 മണിക്കൂർ ഇസ്രായേലൊന്നും മിണ്ടരുത്, പറയരുത്, ചെയ്യരുത്. അങ്ങനെ 24 മണിക്കൂർ കഴിയുമ്പോൾ മേഖല മുഴുവൻ സമാധാനമാകും എന്ന ടൈം ഫ്രെയിമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. എന്തിനായിരുന്നു ആ 6 മണിക്കൂർ എന്നിപ്പോൾ നിരീക്ഷകർ ചോദിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നിർത്തിക്കൊള്ളണം എന്ന് പറയാവുന്ന അധികാരത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, സ്നേഹത്തിൽ ട്രംപ് നിൽക്കുമ്പോൾ എന്തിനാണ് 6 മണിക്കൂർ കൊണ്ടെല്ലാം കെട്ടിപ്പറക്കി മിസൈലുകൾക്ക് തീ കൊളുത്താൻ വെച്ചേക്കുന്നതൊക്കെ മാറ്റിവെക്കണം എന്ന് പറയാനൊരു അവസരം കൊടുത്തത്? 6 മണിക്കൂർ അവസാനിക്കുന്നതിന് അരമണിക്കൂർ ബാക്കിയുള്ളപ്പോൾ അവിടെ കത്തിച്ച് വെച്ചിരുന്ന മിസൈലുകൾ ഇറാൻ അങ്ങോട്ട് ഇസ്രായേലിലേക്ക് പായിച്ചു. തികഞ്ഞ ജനവാസ കേന്ദ്രമായ ഇസ്രായേലിലെ ബീർഷവയിൽ ഒരു കെട്ടിടത്തിൽ പോയ മിസൈലുകൾ പതിച്ചു. ഇസ്രായേലിന് ഒരു അയൺ ഡോം കൊണ്ടും അതിനെ തടയാൻ പറ്റിയിട്ടില്ല. അവിടെ വീണു, 4 പേർ തൽക്ഷണം മരിച്ചു.
ആദ്യം 3 പേർ മരിച്ചു എന്ന റിപ്പോർട്ട് വന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 4 പേരായി മരണസംഖ്യ എന്ന റിപ്പോർട്ട് വന്നു. 10-20 ആളുകൾക്ക് പരിക്ക് പറ്റി എന്നുള്ള റിപ്പോർട്ടും വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നിയമലംഘനം നടത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ അവരുടെ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടെഹ്റാനിലേക്ക് കുതിക്കാൻ തുടങ്ങി. അതിൽ ചിലത് അവിടെ പോയി വീണു, റഡാർ കേന്ദ്രങ്ങൾ നശിച്ചു. ഈ സമയം ട്രംപ് വീണ്ടും രംഗത്ത് വന്നിട്ട് അതിശക്തമായ ഭാഷയിൽ 2 കൂട്ടരോടും പറഞ്ഞ, പ്രത്യേകിച്ച് ഇസ്രയേലിനോട് പറഞ്ഞ വാചകം ഹിറ്റായി മാറുകയാണ്. സംഭവങ്ങൾ കൈപ്പിടിയിൽ നിന്നിതാ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞത്, ഇസ്രയേൽ ഡു നോട്ട് ഡ്രോപ്പ് ദോസ് ബോംബ്സ്, ബ്രിങ് ബാക്ക് യുവർ പൈലറ്റ്സ് ഹോം നൗ. ഇതൊരു ഉത്തരവായിരുന്നു. അതുകൊണ്ട് പോയ പാതി പോകാത്ത പാതി അവിടെ റഡാർ സെൻറ്ററിലിട്ട ഒരു അവശേഷിപ്പം ബാക്കി വെച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ തിരികെ വന്ന് പിന്നീടൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഈ വാർത്തയുടെ പിന്നാമ്പുറം തേടിക്കൊണ്ടെന്ന് വൈകുന്നേരവും പല മാധ്യമങ്ങളും അതാ നിയമലംഘനങ്ങൾ നടന്നിട്ട് 2 കൂട്ടരും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതി കാണുന്നുണ്ട്. ഏതായാലും ഈ സംഭവം നടന്നതിന് ശേഷം ഇത് ആ പറഞ്ഞ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു 2.5-3 മണിക്കൂറിനിടയിൽ സംഭവിച്ച കാര്യമാണ്. എന്ന് വെച്ചാൽ UAE സമയം ഏതാണ്ട് 2 മണിക്ക് വെളുപ്പാങ്കാലത്ത് കൊടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം, ആ 2 മണിക്കും 8 മണിക്കും ഇടയിൽ നിങ്ങൾ ഇതൊക്കെ നിർത്തിക്കൊള്ളണം, 8 മണിക്ക് ശേഷം ആയുധം പ്രയോഗിക്കരുതെന്നാണ്. അപ്പോൾ UAE സമയം 8 മണി കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ UAE സമയം 11 മണിക്ക് ശേഷം പിന്നീട് ആക്രമണങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന കാര്യം. ഇനി ഈ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് 2 കൂട്ടരും പറയുന്ന കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ 2 കൂട്ടരുടെയും ഇതിൻ്റെ ഉള്ളിരിപ്പൊന്ന് മനസ്സിലാക്കണം. ഇറാൻ പറയുന്നത് ഞങ്ങൾ വെടിനിർത്തൽ ആരംഭിക്കുന്നതിന് മുമ്പാണ് അയച്ചത്, അരമണിക്കൂർ മുമ്പ്. ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾ അതിമാരകമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒരു തിരിച്ചടി ഞങ്ങൾ കൊടുത്തതാണ്, ട്രംപ് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങൾ കരുതുന്നത്. ഒരു സമാധാന ഉടമ്പടി ആവട്ടെ, എന്തെങ്കിലും നിർണായകമായ തീരുമാനമാവട്ടെ, ഇപ്പോൾ നിർത്തിക്കൊള്ളണം എന്ന് വേണം പറയാൻ. അല്ലാതെ ഒരു ടൈം ഫ്രെയിം 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി എന്നൊന്നും പറഞ്ഞു കൊടുക്കരുത്. ആളുകൾ അങ്ങനെയൊക്കെ പല വിധത്തിൽ ചിന്തിക്കാനുള്ളൊരു അവസരം ഈ 6 മണിക്കൂർ ഗ്യാപ്പിൽ കിട്ടും. ആരെങ്കിലുമൊക്കെ ഒന്ന് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന പോലെ ഒരെണ്ണം ബാക്കി മിസൈൽ കത്താതെ കിടക്കുന്നുണ്ട്, അതങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ബാക്കി ശരിയാക്കാം, 6 മണിക്കൂർ സമയമുണ്ടല്ലോ എന്നൊക്കെ പറയാനുള്ളൊരു അവസരം കൊടുക്കരുത്. ജീവിതത്തിൽ ഏത് കാര്യത്തിലാണെങ്കിലും നിർണായക സന്ദർഭം വന്നാൽ ആവർത്തിക്കുന്നു, ഒരു കാരണവശാലും ഒരു സമയം കൊടുക്കാതെ ഇപ്പോൾ തത്സമയം കാര്യങ്ങൾ അവസാനിപ്പിക്കുക. അമേരിക്കയിൽ മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ മനസ്സിൽ എന്തെല്ലാം മാറ്റങ്ങളും കൂടെ വരുന്നു എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം, മാരകസംഹാര ശേഷിയുള്ള ആയുധങ്ങളുണ്ട് ഇറാഖിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ 2000 ആണ്ടുകളിൽ നമ്മൾ കണ്ട കടന്നുകയറ്റം, അധിനിവേശം, അവിടെ സദ്ദാം ഹുസൈനെ മാറ്റുക എന്നുള്ളതാണ് അജണ്ടകളിൽ ഒന്നായിരുന്നത്. ആയുധങ്ങൾ കണ്ടെടുക്കുക, നശിപ്പിക്കുക, സദ്ദാമിനെ മാറ്റുക. ഇവിടെ ഇറാൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ അന്ന് ട്രംപിൻ്റെ മൂത്താപ്പ 2003-ലും 2004-ലും ഇറാഖിൽ ചെയ്ത കാര്യം ഇപ്പോൾ ഏതായാലും ഇവിടെ ആവശ്യമില്ല എന്ന് തോന്നിച്ച വലിയ മാറ്റമുണ്ടല്ലോ, അത് ഈ കാലഘട്ടത്തിൽ ചില്ലിട്ട് വെക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെ സമാധാനം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അഭിലഷണീയമായ കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഏതായാലും അവിടെ ഇറാനിൽ ഭരണാധികാരികളെ മാറ്റുന്നതിലല്ല ശ്രദ്ധ എന്ന് വിളിച്ചു പറഞ്ഞത്. ഇതും മാതൃകയാക്കേണ്ട ഒരു പാഠമാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ട്രംപിന് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ അദ്ദേഹം ഇസ്രയേലിനെ ഇറാനെയും തെറിവിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ തെറിവിളിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പാഠമാണ്. അദ്ദേഹം അതിൽ നിന്നും മാറി എന്നുള്ളത് ഒരു വലിയ മാറ്റം തന്നെയാണ്. ഈ വെടിനിർത്തൽ തുടർന്ന് പോകുമോ എല്ലാവരുടെയും സംശയമാണ്. ഇതിങ്ങനെ വളരെ പൊട്ടാൻ പോകുന്നൊരു വെടിനിർത്തൽ പോലെയാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട്, കാരണം ഇടയിൽ ഫലസ്തീൻ പ്രശ്നം കിടക്കുകയാണ്, ഗസ കിടക്കുകയാണ്. അതിന് നിരീക്ഷകർ പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, 2 കൂട്ടരുടെ കയ്യിലും മാന്യമായ ആയുധങ്ങളില്ലത്രേ. ചാരന്മാർ ചോർത്തി പറയുന്ന കാര്യമാണ്, ശരിയാണോ എന്നറിയില്ല. ഈ പറയപ്പെടുന്ന അയൺ ഡോമിൻ്റെയും ആരോയുടെയും ഒക്കെ ശേഷിയും അതിൻ്റെ ഉറവിടവും കുറഞ്ഞത്രേ. ഇനി അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി സമയവും വേണം, കാശും വേണം. മാത്രമല്ല അവിടെയും ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളുണ്ട്. എന്നും ഇങ്ങനെ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലത്രേ. ഇറാനിലും വിഭവങ്ങളുടെ അഭാവമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ 2 കൂട്ടർക്കും തുല്യ ദുഃഖം ഈ വിഷയത്തിലുണ്ട്. അങ്ങ് തുടങ്ങിപ്പോയി, അങ്ങ് തിരിച്ചടിക്കുന്നു, അതിനപ്പുറം മറ്റൊന്നും കാണാൻ പറ്റാത്തവരായി മാറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വെടിനിർത്തൽ തുടർന്നേ പറ്റൂ എന്നുള്ള സാഹചര്യം. ഇറാനിൽ ബോംബാക്രമണത്തിന് മുമ്പ് 400 കിലോഗ്രാം യുറേനിയം, എൻറിച്ച്മെൻറ്റ് ചെയ്ത യുറേനിയം ഇറാൻ ഭരണാധികാരികൾ എവിടെയോ മാറ്റിവെച്ചു എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ എവിടെ മാറ്റിവെച്ചു? അതൊരു അസ്വസ്ഥതയായിട്ട്
ഈ സീസ് ഫയറിൻ്റെ ഇടയിലും മുന്നോട്ട് വരികയാണ് ആ കാര്യം. അങ്ങനെ വന്നാൽ ആ യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും ഈ ആണവ ഊർജം എന്നതിന് പകരം ആണവ ആയുധം എന്നതാക്കി മാറ്റാൻ ഇറാന് കഴിയുമോ എന്ന സംശയം ശക്തമായാൽ ഇനിയും ഇതുപോലുള്ള യുദ്ധ സാഹചര്യം ഉണ്ടാകും എന്ന് കരുതുന്നവരുമുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ വലിയ ആണവ സൈറ്റുകൾ ബോംബിട്ട് തകർക്കാൻ വേണ്ടി അമേരിക്കയിലെ മിസൂറിയിൽ നിന്ന് പുറപ്പെട്ട അതിശക്തരായ ബോംബറുകൾ, വിമാനങ്ങൾ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആകാശത്ത് വെച്ച് തന്നെയാണ് റീഫ്യൂവലിംഗ് നടക്കുന്നത് എന്ന്. ഇന്ധനം നിറയ്ക്കുന്നത് അത് ഭൂമിയിൽ തൊടില്ല. പിന്നെ അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ 6000 മൈൽസ് പറക്കാൻ വേണ്ടിയുള്ള ഇന്ധനം നിറച്ചിരിക്കുന്ന വിമാനമാണ് ഈ പറയുന്ന B-2 ബോംബറുകൾ. അത് വരുന്ന വഴിക്ക് ഓരോ 6 മണിക്കൂറിലും കുറേശ്ശെ ഇന്ധനം നിറയ്ക്കുന്നൊരു സംവിധാനമുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു പേടകം അതോടൊപ്പം സഞ്ചരിക്കുകയും അതിൻ്റെ മുകളിൽ ഒരേ വേഗതയിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേകതരം പമ്പ് വഴി, വയറ് വഴി ഒക്കെയായി ഇങ്ങനെ നിറയ്ക്കുകയും ചെയ്യുന്ന അതിസാഹസികമായ ഒരു കർമ്മമാണ് ആകാശത്ത് നടക്കുന്നത്. മറ്റുള്ളവരുടെ റഡാറുകളിൽ പതിയാത്ത, ശബ്ദം പുറത്ത് കേൾക്കാത്ത, ഉച്ചത്തിൽ പറക്കാൻ പറ്റുന്ന 2 പൈലറ്റുമാർ മാത്രമുള്ള അതിഭീകര സംവിധാനമാണ് ആ B-2 ബോംബറുകൾ. അതും കൊണ്ട് വന്നതിൻ്റെ കഥയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചിത്രങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 11,112 കിലോമീറ്റർ വേറെ ഇന്ധനമൊന്നുമില്ലാതെ പറക്കാൻ പറ്റും. പക്ഷേ അത്രയും പറന്നാൽ പോരാ. മിസോറിയിൽ നിന്ന് ടെഹ്റാനിൽ വന്നിട്ട് ബോംബിട്ട് തിരിച്ചു പോകണമെങ്കിൽ ഏതാണ്ട് 2 ദിവസം മുഴുവൻ പറക്കണം എന്നുള്ളത് പോലെയാണ്. തറയിൽ നിർത്താതെ ഏതാണ്ട് 2 ദിവസത്തോളം 35 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ പറക്കേണ്ടി വരും. പൈലറ്റുമാർക്കുള്ള ആഹാരം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ഉറക്കം വരാത്ത വിധമുള്ള ആഹാരം കൊടുക്കണം എന്നതുപോലും ശ്രദ്ധേയമാണ്. ഒരു മണിക്കൂറിന് $65,000 ഇത് പറക്കാൻ വേണ്ടി മാത്രമുള്ള ചെലവെന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടാണ് ഐതിഹാസികമായിട്ടുള്ള ലോകത്ത് വേറെ ഇല്ലാത്ത ഈ B-2 ബോംബറുകൾ അമേരിക്ക നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹസികമായ വിമാനത്തിൽ കൊണ്ടുവന്ന് ബോംബുകൾ വർഷിച്ചിട്ടും റേഡിയേഷൻ്റെ ഒരു അംശം പോലും ഇറാനിലോ പരിസര പ്രദേശങ്ങളിലോ ഉണ്ടാവാതെ വന്നപ്പോൾ അത് ഈ മൊത്തം നാടകത്തിലെ ഒരു ട്വിസ്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും, ആണവ ആയുധങ്ങളൊന്നും ഇറാൻ്റെ കൈവശമില്ല എന്ന് ഈ ബോംബിടാൻ വന്നവർക്ക് നല്ല ബോധ്യമായ കാര്യമാണ്. എന്നാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഇറാനും പൊതുവെ ഖത്തർ അല്ലെങ്കിൽ GCC ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഇറാൻ്റെ കൂടെ നിൽക്കുന്നതാണ്. എന്നിട്ടും ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഇത്രയും നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ അതിൽ ഇങ്ങനെയൊരു കറുത്ത അടയാളം ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചത് ശരിയായില്ല. എപ്പോഴും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയുന്ന രാജ്യമാണ് ഖത്തർ. ഇറാനുമായിട്ടുള്ള സൗഹൃദമുള്ള രാജ്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് മേൽ ഇത് ചെയ്തത് ശരിയായില്ല. ഏതായാലും ആ ശരിയില്ലായ്മയിൽ നിന്നാണ് ഒരു വലിയ ശരിയിലേക്കുള്ള ചർച്ച തുടങ്ങിയത് എന്ന കാര്യം നിരീക്ഷകരും നിഷ്പക്ഷകരും ആയി നിൽക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം. ഫലസ്തീൻ അതോറിറ്റിയുടെ നേതൃത്വം ഇന്ന് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. ഈ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം ആക്രമണം കൂടാതെ മുന്നോട്ട് പോകണമെങ്കിൽ, ഈ വെടിനിർത്തൽ എല്ലാവർക്കും ഗുണപരമാകണമെങ്കിൽ ഗസ വിഷയം കൂടി ഇതിനകത്ത് കൊണ്ടുവരണം. അതിനും പരിഹാരമുണ്ടാക്കണം. ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്ന രീതിയുണ്ടല്ലോ, അതിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം എന്ന് ഫലസ്തീൻ അതോറിറ്റി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്, ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അക്കാര്യത്തിൽ ട്രംപ് എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്നുള്ളത് ഇനിയും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. UN-ൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് അതോറിറ്റി ഉണ്ട്. അവർ പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഗസയിൽ നടക്കുന്നത്. ഇസ്രയേൽ ഈ കിരാത നടപടികളിൽ നിന്ന് പിന്മാറുക തന്നെ വേണം എന്ന് ഉച്ചത്തിൽ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്യാമ്പിലേക്ക് ഒരു നേരത്തെ ആഹാരം പ്രതീക്ഷിച്ച് വരുന്ന കുട്ടികൾ, സ്ത്രീകൾ, അവർക്ക് നേരെ വെടിവെച്ചിട്ട് അവരെ കൊല്ലുന്നത്. മെയ് മാസത്തിൻ്റെ അവസാനം മുതൽ ഈ ജൂൺ 24 വരെയുള്ള കഥ നോക്കിയാൽ 410 അഭയാർത്ഥികളാണ് അങ്ങനെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിന്നപ്പോൾ വെടിയേറ്റ് മരിച്ചത്. ഇങ്ങനെ ചെയ്യുന്നത് കുറ്റകൃത്യമാണ്, യുദ്ധ കുറ്റകൃത്യമാണ് എന്ന് UN ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് നടപടി ഇസ്രയേലിനെതിരെ, ആ വെടിവെച്ച ഉദ്യോഗസ്ഥർക്കെതിരെ, ആ പട്ടാളത്തിനെതിരെ UN ഹ്യൂമൻ റൈറ്റ്സ് എടുക്കും എന്നുള്ളത് റെസ്റ്റ് ഓഫ് ദി വേൾഡ് നോക്കിയിരിക്കുകയാണ്. വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞതാണോ? ഇങ്ങനെയൊക്കെ നിയമമുണ്ടെന്നുള്ള കാര്യം അറിയിച്ചതാണോ? നടപടി എടുക്കുമെന്നോ ശിക്ഷ കൊടുക്കുമെന്നോ സൂചന നൽകിയതാണോ? എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കാഠിന്യം നമുക്ക് വ്യക്തമാകാം. വൈകുന്നേരം വന്നിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ. അദ്ദേഹം പറയുന്നത് ഈ വെടിനിർത്തൽ ആര് വിചാരിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവാതെ തന്നെ മുന്നോട്ട് പോകും, സമാധാനം മുന്നോട്ട് പോകും. ഒറ്റ കാര്യം, ഇസ്രയേൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്താൽ അതിൻ്റെ ഇരട്ടി
ഇറാൻ റെസ്പെക്റ്റ് ചെയ്യും. ഇതാണ് വ്യക്തമായിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന ഒടുവിലത്തെ സന്ദേശം. പിന്നെ ഒരു കാര്യം കൂടി ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെന്ന് അറിയിച്ചിട്ടുണ്ട്. തെക്കൻ ഇറാൻ്റെ ഭാഗത്ത് വിനോദസഞ്ചാരി എന്ന രൂപത്തിൽ വന്ന ഒരു യൂറോപ്യൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ രേഖ കണ്ടെത്തിയപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ നിർണായക സ്ഥാനങ്ങൾ ഇറാനിലുണ്ട് അത് മനസ്സിലാക്കി അപ്പപ്പോൾ വാട്സപ്പിലൂടെയും മറ്റും യൂറോപ്പിലെ ചില വിദഗ്ധ കേന്ദ്രങ്ങളിൽ എത്തിച്ചു കൊടുക്കലാണ് പണിയെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പിടിച്ച് ഉള്ളിലിട്ടിട്ടുണ്ട്. അയാളെ മോചിപ്പിക്കാൻ വേണ്ടി പറയരുത്, അദ്ദേഹം ഒരു ചാരനാണ് എന്ന രൂപത്തിൽ ഇറാൻ അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതുവരെയുള്ള മരണസംഖ്യയും പറഞ്ഞിട്ടുണ്ട്. 610 പേർ ഇറാനിൽ ഈ യുദ്ധത്തിൽ 12 ദിവസം കൊണ്ട് വധിക്കപ്പെട്ടിട്ടുണ്ട്. 4000-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ കണക്കും വന്നു. ഇന്ന് 4 പേർ ബീർഷബയിൽ മരിച്ചതടക്കം 28 പേർ കൊല്ലപ്പെട്ടു. 300-നും 600-നും ഇടയ്ക്കെന്നുള്ള പല കണക്കുകളും പരിക്ക് പറ്റിയവരുടെ കണക്കുകളായി പുറത്തു വരുന്നുമുണ്ട്. ഏതായാലും ട്രംപ് ഇന്ന് രാവിലെ പ്രസ്താവന ഈ സമാധാനത്തിൻ്റെ ദൂത് കൊണ്ടുവന്ന സമയം മുതൽ ഇന്ന് വൈകുന്നേരം മാർക്കറ്റൊക്കെ ഉണർന്നപ്പോൾ എണ്ണവില ഇതാ താഴേക്ക് പോകുന്നു. ഇന്നലത്തേക്ക് ഇന്ന് 5% കുറവ് എണ്ണവിലയിൽ വന്നിട്ടുണ്ടെന്നുള്ള ആശ്വാസകരമായൊരു വാർത്ത കൂടി സൂചിപ്പിക്കട്ടെ. ഇനിയും എണ്ണവില കുറയുകയും മിസൈലുകളുടെ ശബ്ദമില്ലാത്ത രാത്രികൾ ഗൾഫിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും സമാധാനത്തിൻ്റെ വെളിച്ചമായി മാറട്ടെ എന്നാത്മാർത്ഥമായി ആശിച്ചും പ്രാർത്ഥിച്ചും ഇന്നത്തെ നെറ്റ് അപ്ഡേറ്റ്സ് നിർത്തുകയാണ്. യുദ്ധകാര്യങ്ങൾ മാത്രം പറയാൻ പറ്റുന്ന സാഹചര്യം ആവരുത് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ അപ്ഡേറ്റുകളെന്ന് ഞങ്ങളോട് ഞങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടും വേണ്ടപ്പെട്ടവരെ അറിയിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടും നിർത്തുകയാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ഥ സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ്, ആയുർവേദ RS, 123 കാർഗോ, താസി ഗോൾഡൻ ഡയമണ്ട്സ്, e-lessons.net, ടൈം എക്സ്പ്രസ് കാർഗോ, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ട്രാവൽ ആൻഡ് മൂവേഴ്സ്, ഫിറ ഫുഡ്സ്, ആയുർ സത്യ ആയുർവേദ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, അല്ലുസൂദ് കാർഗോ, ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ.